അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിന്നത് കറി വെച്ചിട്ട് നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ചു. അപ്പം ഞാനത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിലേക്ക് മട്ടൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പിട്ടിക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാല പൗഡർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് കുക്കറിലൊരു 4 വിസിൽ, ഒരു 4-5 വിസിൽ എടുക്കുക, മൂടി വെച്ചിട്ട്. അതിനുശേഷം നമുക്കത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ കൂടി ചതച്ച് വെക്കാം. പിന്നെ അത് ഉരുളക്കിഴങ്ങ്, സവോള, തക്കാളി, പിന്നെ അത് തേങ്ങ അരക്കാനുള്ളതാണ്. ഇതിൽക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറച്ചി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പച്ചക്കറി അതിൽ കൂട്ടി കൊടുക്കാം. ലേശം ഗരം മസാല പൗഡർ, മുളക് പൊടി 2 ടീസ്പൂൺ ഇടും, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇടും, ചതച്ചതില്ലേ മസാല ചതച്ചത് അതിലേക്ക് കൊട്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കാം. ഇറച്ചി വെന്തതാണല്ലോ, അപ്പം നമുക്കിനി അതിലത്തെ ഇത് മാത്രം, പച്ചക്കറി മാത്രം അത് വേവാൻ, ഉരുളക്കിഴങ്ങും സവോളയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പെരുംജീരകം ഇട്ടിട്ടാണ് അരച്ചേക്കണത്, തേങ്ങ. അപ്പോൾ അത് അതിൽ കൊട്ടി കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. നമുക്കത് കുറുമ വെക്കണ പോലെ, പക്ഷെ കുറുമയിൽ നമ്മൾ അധികം മുളക് പൊടി ഇടില്ല, എല്ലാത്തിൽ കുറച്ച് മുളക് പൊടി ഇടും. ഇപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നമ്മളത് അരിയൊക്കെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. കറിക്ക് താളിപ്പ്, എണ്ണ ഒഴിക്കുക, ചെറിയ ഉള്ളിയൊക്കെ ഇടും. ഞാൻ ചെറിയ ഉള്ളിയൊന്നും ഇടുന്നില്ല, വെറും പട്ടയും ഗ്രാമ്പും ഏലക്കായും പൊട്ടിച്ചിട്ട്. ഇവിടെ ഉള്ളിനോട് അത്ര വലിയ താല്പര്യമില്ല, ചെറിയ ഉള്ളിനോട് അത്ര താളിച്ചിട്ടിടുമ്പോൾ അത്ര ഇഷ്ടം. ചെറിയ ഉള്ളി ഇഷ്ടമാണ്, പക്ഷേ അതിങ്ങനെ താളിച്ചിട്ടിടുന്നതൊന്നും ഇഷ്ടമല്ല നമുക്കപ്പോൾ. മറ്റേ പുളിയവരൊക്കെ കറി വെച്ച പോലെ തോന്നും പറഞ്ഞിട്ട് വെറുതെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് താളിക്കുക. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെക്കുക. ഓയിലും നെയ്യും കൂടി മിക്സാക്കിയിട്ട് ഒഴിച്ച് വെക്കുക. അതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്കായ് താളിക്കാൻ വേണ്ടിയിട്ട് ഇടുക. അതിൽ കുറച്ച് വെളുത്തുള്ളി ഇടുക. പഴയ വെപ്പാണ്, നമ്മൾ പണ്ട് കാലത്തൊക്കെ വെക്കൂല ആൾക്കാർ, അതേപോലെയുള്ള. അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട്, അല്ലാണ്ട് അരി വറക്കൊന്നുമില്ല, വെറുതെ പച്ചയിൽ തളിച്ചിടുക. സവോള ഇടുക, പച്ചമുളക് 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിരുന്നല്ല പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അധികം വാടൊന്നും വേണ്ട, ഒരുപാട് നമുക്ക് ഉള്ളി നല്ല വാടണമെന്നൊന്നുമില്ല. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം. അതായത് ഒരു പാത്രത്തിന് 1.5 പാത്രമാണ്. ഇപ്പോൾ ഗ്യാസിൽ വെക്കണതുകൊണ്ട് 1.25 പാത്രം ഒഴിക്കും ഞാൻ.
ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മക്കളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ വെക്കാൻ വിചാരിച്ചത്. മോള് വന്നിട്ടുണ്ട്, ചെറിയ മോള്, വലിയ മോള്, രണ്ടാമത്തെ 3 പെൺകുട്ടികളാണ് എനിക്കപ്പോൾ. അവർ 3ആളും ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഒരാൺകുട്ടി. ആൺകുട്ടിയാണിത് റെഡിയാക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് തരലൊക്കെ. അവർ വന്നാൽ അവനിക്കും സന്തോഷം, ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ ഒരു. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ട് ദമ്മാക്കി വെക്കുക. ചോറ് റെഡിയായി. കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണമൊക്കെ അവർക്ക് വിളമ്പി കൊടുത്ത ശേഷം പേരക്കുട്ടികളാണ്. എന്തുണ്ടാക്കിയാലും അവർ സൂപ്പർ എന്നേ പറയുള്ളൂ. എന്ത് ഞാൻ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ സൂപ്പർ പറയും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.